ഹായ് നമസ്കാരം. നുറുങ്ങി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വാഴയിലയിൽ പൊള്ളിച്ച് എടുക്കാം. നമുക്ക് മീൻ വെട്ടിയെടുക്കാം. ആദ്യം മുള്ളൊക്കെ കളഞ്ഞെടുക്കാം. മീൻ വെട്ടി കല്ലിൽ വെച്ച് ഉരച്ച് നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞ് മസാല തേച്ച് പിടിപ്പിക്കാം. മീൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല തയ്യാറാക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ് പാകത്തിന്, 1/2 സ്പൂൺ ഫിഷ് മസാല, ഒരു ശകലം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. മസാല പുരട്ടി വയ്ക്കാം. മസാല നന്നായിട്ട് പിടിക്കണം മീനിൽ. ഒരു 10 മിനിറ്റോളം അത് മസാല തേച്ച് ഇരിക്കണം. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ മീനിട്ട് കൊടുക്കാം. ഇല്ല, ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 2 വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, കറിവേപ്പില അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി അരച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറ്റട്ടെ. എന്നിട്ട് നമുക്കത് ഇറക്കാം. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കാം. മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാഴയിലയിൽ മസാല ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കാം. നമുക്കൊന്ന് മസാല ഇതിൻ്റെ മീതെ കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിത് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. നമുക്കത് കെട്ടി വയ്ക്കാം. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ മീൻ വറുത്ത ചട്ടി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമുക്കിനി ഇത് ഒന്ന് പൊള്ളിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇത് മറിച്ചിട്ട് കൊടുക്കാം. മീൻ പൊള്ളിച്ചത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കാം. ഇനി നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്.